ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ കുറച്ച് ബംഗാൾ കോട്ടൻ്റെ സാരികളാണ്. അതും റേറ്റ് കുറഞ്ഞ ബംഗാൾ കോട്ടൺ സാരികളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം നമുക്ക് നല്ല കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് ചൂടുകാലത്ത് ഏറ്റവും നന്നായിട്ട് നമ്മളുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്കൊക്കെ ഏറ്റവും പറ്റിയ സാരികൾ കോട്ടൺ സാരികൾ തന്നെയാണ്. അതും തീരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് പിന്നെ ചിന്തിക്കാൻ പോലും ഇല്ല. ഡെയിലി സാരി ഉടുക്കേണ്ടവർക്ക് മാറി മാറി നല്ല സ്റ്റൈലായിട്ട് ഉടുക്കാവുന്ന സാരികൾ തന്നെയാണ് ബംഗാൾ കോട്ടൺ സാരികൾ. അതിൻ്റെ കുറച്ച് സാരികളാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഒരുപാടൊന്നും ഇല്ല, ആകെ ഒരു 5-6 സാരിയേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇനിയും നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് സാരികൾ, ചിക്കൻ കാരി വർക്കിൻ്റെ കുർത്തീസ്, അല്ലാത്തത് 2 പീസ് സെറ്റുകൾ, 3 പീസ് സെറ്റുകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട്. എല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാം കിട്ടണമെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് സാരി നോക്കിയത് ഇതാണ് കളർ, കണ്ടോ? സാരി ഇത് ഇങ്ങനെയാണ് വരുന്നത്. കളർ ഇതാണ്, ഈ കാണുന്ന സെയിം കളറാണ്. ബോർഡർ ഇത് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ? നമ്മളുടെ ഒരു ഇക്കത്തിൻ്റെ ടൈപ്പ് ഒരു പ്രിന്റിലാണ് ബോർഡർ വരുന്നത്. കളർ ഈ സെയിം കളറാണ്. ഈ കളറിൻ്റെ പേര് ഞാൻ പറഞ്ഞ് ശരിയാവില്ല, അതുകൊണ്ട് നിങ്ങൾ കളർ കണ്ട് മനസ്സിലാക്കിക്കോളാം. കളറിന് യാതൊരു ഡിഫറൻസും ഇല്ല. ഇതുപോലെ തന്നെ വരും. ഉള്ളിലും ഇതുപോലെ ഒരു ഇക്കത്ത് പാറ്റേണിലുള്ള പ്രിൻസ്, അതും കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് പോകുന്നത്, കണ്ടോ? ഗ്രീനിഷ് ഉണ്ട്, യെല്ലോയിഷ്, ഗ്രീനിഷ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ 2-3 കളറുകൾ, ഒരു ലൈറ്റ് ബ്രൗൺ ഉണ്ട്. ഈ 3 കളറിലാണ് ഈ പാറ്റേൺ പോകുന്നത്. കോട്ടൺ സാരികളായതുകൊണ്ട് നമ്മൾക്ക് ഒരുപാടൊന്നും ഇതിനകത്ത് വിശദീകരിക്കാനില്ല. ഒത്തിരി നിങ്ങളെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യിപ്പിക്കാനൊന്നുമില്ല. ഇതിൻ്റെ ബോർഡർ വർക്ക് നിങ്ങൾ കണ്ടല്ലോ. ഉള്ളിൽ പ്രിന്റ് ഫുള്ള് ബോഡി മുഴുവനും ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് പോകുന്നത്. 2 സൈഡും കണ്ടോ? പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ ആയിട്ടൊന്നും പറയാനില്ല. പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ആകെ ഉള്ളത് ഇതിൻ്റെ ഒരു മുന്താണി എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ ഇതാ ഉള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുന്താണി പാർട്ട്. ചെറിയ ഒരു ഡിഫറൻസ് നമ്മളുടെ അതിൻ്റെ വീവിങ്ങിനകത്ത്. ബംഗാൾ കോട്ടൺ സാരികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുള്ള് വീവിങ്ങിലാണ് വരുന്നത്. ഈ മുന്താണി പാർട്ട് വരുമ്പോൾ വീവിങ്ങിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് വരും. ഇങ്ങനെ ഒരു സ്റ്റൈൽ, ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ വീവിങ് വരുന്നത്, കണ്ടോ? ഇതാണ് മുന്താണിയിൽ ആകെ ഒരു ഡിഫറൻസ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ബംഗാൾ കോട്ടൺ സാരികൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ബ്ലൗസ് ഇതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ വരും. ഇത് മുന്താണി പാർട്ട് വരും. ബോഡി പാർട്ട് വരുമ്പോഴത്തേക്കും ഈ ഡിസൈനിൽ. ഇതാണ് സാരി. ഇതിൻ്റെ റേറ്റ് ഇപ്പം 495 ആണ് റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് ഇതിന് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഇതാണ് സാരി. ഈ സാരിയുടെ കളർ കറക്റ്റ് അല്ല വരുന്നത്. ഈ സാരി കുറച്ചും കൂടെ നല്ല ഗ്രീൻ കളറിൽ വരുന്ന സാരിയാണ്. ഈ സാരിയുടെ കളർ ഇപ്പം ആ ഗ്രീൻ കിട്ടുന്നില്ല. കളർ കറക്റ്റായിട്ടല്ല ഇതിനകത്ത് കിട്ടുന്നത്. ഞാൻ കുറച്ച് ഇത് നല്ല ശരിക്കുള്ള ഗ്രീൻ കളറാണ് കേട്ടോ. എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ കളർ കറക്റ്റായിട്ട് ഒട്ടും വരുന്നില്ല. ഇത് നല്ല എന്ത് ഗ്രീനാണ് ഇത്? ഈ ബോട്ടിൽ ഗ്രീനിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാൻ ശ്രമിക്കാം. നല്ല ഒരു അടിപൊളി കളറാണ്. അതുപോലെ ഇതിൻ്റെ ബോർഡർ നോക്കിയാൽ ഇങ്ങനെ വരും. ഇപ്പം ഇച്ചിരി കളർ കിട്ടുന്നില്ലേ? ഇപ്പം കുറച്ചൊരു കളർ നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇതിലും കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ. നല്ല ഡാർക്കാണ്, കുറച്ചും കൂടെ നല്ല ഡാർക്കായിട്ടുള്ള നല്ല ഒരു ഗ്രീൻ കളറാണ്. ഇതാണ് നമ്മൾക്ക് ബോർഡർ വരുന്നത്. ഒരു ലൈറ്റ് മെറൂൺ കളറിലാണ് ബോർഡർ വരുന്നത്. ഈ സാരിക്ക് കളർ തീരെ കിട്ടുന്നില്ല. ഇപ്പം കുറച്ചൊരു 2 സൈഡിലും ബോർഡർ ഇതാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട്, കണ്ടോ? ഗ്രീനാണ് കേട്ടോ കളറ്. ഈ കളറേയെല്ലാം ഗ്രീനാണ് കളറ്. ഇതിൻ്റെ ഒരു ലൈറ്റ് മെറൂണും ഇവിടെ ഒരു നല്ല ഗ്രീനുമാണ് കളറ്. നല്ല ഗ്രീൻ കളറാണ് കേട്ടോ. ഇതാണ് വരുന്നത്. ഇവിടെയും കുറച്ചും കൂടെ കുറച്ചും കൂടെ ഡാർക്കാണ്. ഇത് നല്ല ഗ്രീനാണ് കേട്ടോ. ഗ്രീൻ നോർമലി നമുക്ക് കിട്ടാറുണ്ട്. ഇതെന്താണ് ഈ സൈഡിൽ കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് മുന്താണിയുടെ ഡിസൈൻ. ഇതൊരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. ഇതാണ് കളർ. ഇങ്ങനെ ഒരു കളർ കണ്ടോ? ഇപ്പോൾ കാര്യമില്ല. ഈ ഒരു കളറാണ് കേട്ടോ. കുറച്ച് റെഡിഷ് മെറൂൺ ആണ്. ഇങ്ങനെ വരും കളർ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ സാരിയുടെ കളറിന് വ്യത്യാസം വരും. അതാണ് ഞാനൊരു ഓൾമോസ്റ്റ് കിട്ടുമ്പോൾ ഇതാണെന്ന് പറയുന്നത്. പിന്നെ അടുത്തേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ഡാർക്ക് അങ്ങനെയൊക്കെ വരും കേട്ടോ.
ഇങ്ങനെയാണ് പ്രിന്റ് പോകുന്നത് കേട്ടോ. ഞാൻ അടുത്ത് വരുമ്പോൾ ഇത് കുറച്ചും കൂടി ലൈറ്റ് ആകുന്നുണ്ട്, ഇങ്ങനെയല്ല കേട്ടോ. ഇത് ഒതുങ്ങി നിൽക്കുന്ന ഡാർക്ക് റെഡിഷ് മെറൂൺ ആണ് ഇതിൻ്റെ കളർ കേട്ടോ. മുന്താണി പാർട്ടാണ് ബോർഡർ പാർട്ടിൽ വീവിങ് വരുന്നത്. ഇത് ഉള്ളിലത്തെ പാർട്ടാണ് ഈ കാണുന്നത്, ഉള്ളിലെ ഡിസൈനാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇതിൻ്റെ എന്താ മുന്താണി വരുമ്പോൾ എന്താ ഇങ്ങനെ വരും കണ്ടോ. ഇതാണ് മുന്താണി, ഇങ്ങനെ വരും മുന്താണി. ഇത് മുന്താണി വരും. ബോഡി പാർട്ടിൽ ചെറിയ ചെറിയ ബൂട്ടാസ് വരും കണ്ടോ. കളർ ഇത് വരും കുറച്ച് ഡാർക്ക്. ഇതിന് 495 ആണ് റേറ്റ് കേട്ടോ. ഇനി ഇത് ഒരു യെല്ലോയിഷ് ഷെയ്ഡാണ്. ഇത് ബാക്കിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലൊരു യെല്ലോ കേട്ടോ, തീരെ ലൈറ്റ് അല്ല. യെല്ലോ മീൻസ് ഇതൊരു എന്താ പറയണ്ടേ, ഒരു ഇങ്ങനെ കാണുന്ന ഒരു യെല്ലോ ഇല്ലേ, ഈ ഒരു യെല്ലോ മീൻസ് ഇതിന്റെ എന്തെല്ലോ എന്ന് ഇതിന് കളർ പറയണം എന്ന് എനിക്കറിയില്ല. ലെമൺ യെല്ലോ ടൈപ്പ് യെല്ലോ അല്ല, അല്ലാത്ത ഒരു ബെയ്ജിന്ന് കുറച്ചും കൂടെ കലർന്നിട്ട് യെല്ലോയിലേക്ക് കലർന്ന അങ്ങനെ ഒരു കളറില്ലേ, ആ കളറാണ് കേട്ടോ. അടുത്ത് വരുമ്പോൾ കളർ ലൈറ്റ് ആകുന്നുണ്ട്. ഇതാണ് ഇതിന്റെ കണ്ടോ ഇതിന്റെ ബോർഡർ പാർട്ട് ഇതാണ് വരുന്നത്. ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസാണ് വരുന്നത്. എല്ലാം വീവിങ് ആണ് കേട്ടോ. ദൂരേക്ക് പോകുമ്പോഴാണ് നമുക്ക് കളർ കിട്ടുന്നുള്ളൂ. ഇപ്പൊ കുറച്ച് കളർ കിട്ടുന്നില്ലേ, ഇതാണ് കളർ കേട്ടോ. കളർ കുറച്ച് തീരെ അങ്ങ് ലൈറ്റ് അല്ല, പാകത്തിനുള്ള കളറേ ഉള്ളൂ. അതാണ് ബോഡി വരുന്നത്. ഇതാണ് മുന്താണി പാർട്ട്. മുന്താണിയിലെ ഡിസൈൻ ഇങ്ങനെ വരും. കളർ ഓൾമോസ്റ്റ് ഇങ്ങനെ വരും. നെക്സ്റ്റ് ബ്ലൂ ആണ് കേട്ടോ. ഇതാണ് ബോർഡർ പാർട്ട്, ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ ഇല്ല, ഇതാണ് കളർ. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ബോർഡർ ഡിസൈൻ. ബോർഡർ ഇങ്ങനെ വരും കണ്ടോ. ഇതാണ് ബോർഡർ. ഇത് ഉള്ളിലെ ഡിസൈൻ ഡാർക്കാണ് കേട്ടോ, ഡാർക്ക് നേവി ബ്ലൂ. ഇതാണ് കളർ. സാരി ഇങ്ങനെ വരും. ഇതുപോലെ വരും. ഇതാണ് മുന്താണി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലാസ്റ്റ് സാരി. ഇതാണ് കളർ വരുന്നത്. ഇങ്ങനെ ഒരു ഡാർക്ക് കളറാണ് കേട്ടോ. ഡാർക്ക് മെറൂണിഷ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ബോർഡർ ഇങ്ങനെ വരും. ഒരു കസവിൻ്റെ വീവിങ് ആണ് ബോർഡറിൽ പോകുന്നത്. എന്നിട്ട് ഒരു ഇക്കത്തിൻ്റെ പ്രിന്റും വരുന്നുണ്ട്. ഉള്ളിലും അതുപോലെ തന്നെ പ്രിന്റ്സ് വരും. ഇങ്ങനെ വരും സാരി. സാരിയുടെ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. മുന്താണി പാർട്ട് വരും. കാണുന്ന സെയിം കളറാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാ സാരികളിലും നമുക്ക് കറക്റ്റ് ഒരു ഓൾമോസ്റ്റ് കളർ എല്ലാത്തിനും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഗ്രീനിൽ മാത്രമാണ്, അത് മാത്രമാണ് ഡാർക്ക് ഷെയ്ഡ്, നല്ല ഒന്നാന്തര ഷെയ്ഡാണ് കേട്ടോ. അത് ഭയങ്കര ഒരു എന്താണ് ഡള്ളായിട്ട് ഒരു എന്താ പറയുക, ഒട്ടും ഒരു തെളിച്ചമില്ലാത്ത ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത്. നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അത് ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് ശ്രമിച്ച് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിച്ചോണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കയ്യിൽ ഇന്ന് സാരികളുള്ളത്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.